അപ്പം നമുക്ക് കർക്കിടക വാവുബലിയായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ പിതൃക്കള് ഹിന്ദുക്കളിലെ അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ പിതൃക്കള് മൺമറഞ്ഞവരുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പിതൃതർപ്പണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് ഒരു വർഷത്തേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കുടുംബത്തിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരുടെ പിതൃക്കൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ ഐതിഹ്യം നിലനിൽക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടത് സൂര്യൻ ദക്ഷിണായന ഘട്ടത്തിലെ അമാവാസി ആണ് കർക്കിടകവാവായിട്ട് കർക്കിടകവാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ രാമായണ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ശ്രീരാമന്റെ പിതൃതർപ്പണം എന്ന് പറയുന്നത് രാമായണ ഐതിഹ്യം. പല ഐതിഹ്യങ്ങളും നിലവിൽ ഉണ്ട് യഥാർത്ഥത്തിൽ. രാമായണമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ്, ശ്രീരാമൻ വനവാസത്തിന് പോകുന്ന വനവാസ കാലഘട്ടത്തിൽ ശ്രീരാമന്റെ പിതാവ് ദശരഥ മഹാരാജാവിന്റെ വിയോഗം, ആ വിയോഗത്തില് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തില് ഈ ശ്രീരാമൻ വനത്തിൽ വെച്ച് തന്നെ ബലിതർപ്പണം നടത്തുന്നതാണ് ഒരു ഐതിഹ്യം. പിന്നെ പരശുരാമനായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ഐതിഹ്യമുണ്ട്. പരശുരാമനായിട്ട് ബന്ധപ്പെടുന്ന ഐതിഹ്യം എന്താണ്, ക്ഷത്രിയരുടെ വധവുമായി ബന്ധപ്പെട്ടിട്ട് കൂട്ടക്കൊല നടത്തുകയാണ് ചെയ്യുക. കൂട്ടക്കൊല നടത്തുന്ന പാപവിമുക്തിക്ക് വേണ്ടിയിട്ട്, പാപമുക്തി നേടുന്നതിന് വേണ്ടിയിട്ട്, കൊലപ്പെടുത്തിയ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ഐതിഹ്യം നിലനിൽക്കുന്നത്. അത് പരശുരാമനായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമാണ്. പരശുരാമൻ തിരുനാവായി പോയി ബലിതർപ്പണം നടത്തുന്നതായിട്ട് ബന്ധപ്പെട്ടാണ്. കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അതിന്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, മകരം മുതൽ മിഥുനം വരെ, മകരമാസം മുതൽ മിഥുനമാസം വരെ ദേവന്മാർക്കുള്ള പകലാണെന്നാണ് പറയുന്നത്. ദേവന്മാർക്കുള്ള പകല് അത് ഉത്തരായന കാലമാണ്. അതുപോലെ തന്നെ കർക്കിടകം മുതൽ ധനി വരെയുള്ള കാലം ദക്ഷിണായന കാലമാണ്. അത് പിതൃക്കളുടെ പകലാണെന്നാണ് പറയുന്നത്. പിതൃക്കളുടെ പകല് ഇതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തില് ഈ പിതൃക്കൾക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളോട് പറയാം, ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ചടങ്ങുകളിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. എനിക്ക് തോന്നുന്നത്, എനിക്ക് ജാതിയോ മതമോ അങ്ങനെയുള്ള ഒരു വിശ്വാസമില്ല. നമ്മൾ ശ്രീനാരായണൻ പറഞ്ഞാലും അടിയുറച്ച് വിശ്വസിക്കുന്നത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നതാണ് എൻ്റെ മതം. അതായത് ശ്രീനാരായണൻ വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഈഴവ, ഒരു മതം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണനാക്കി ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇവർ മാറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീനാരായണൻ പറഞ്ഞ എന്താണ്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ശ്രീനാരായണീയ ഭക്തരെല്ലാവരും തന്നെ പറയുന്നത് ഒരു ജാതി എന്ന് പറഞ്ഞ ഈഴവയും, ഒരു മതം എന്ന് പറഞ്ഞ ഹിന്ദുമതവും, ഒരു ദൈവം എന്ന് പറഞ്ഞത് ശ്രീനാരായണനാക്കി മാറ്റുന്ന ഒരവസ്ഥയുള്ള ഒരു ജാതി കോമരങ്ങളോടും എനിക്ക് താല്പര്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ചെറിയൊരു ഉപദേശം, നമ്മുടെയൊക്കെ കാരണവന്മാര് നമ്മുടെ നല്ല സമയ കാലഘട്ടത്തില് നമ്മൾ അവരെ പരിപൂർണമായിട്ടും അവർക്ക് എന്താണ് വേണ്ടത് അവരുടെ ഇച്ഛക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഭൂമിയിൽ വെച്ച് എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. മരണാനന്തര ശേഷക്രിയകൾ ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യവും നാട്ടിലില്ല. അവർക്ക് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും സൽക്കർമ്മങ്ങളും അവർ ചെയ്യാന്നുള്ളതാണ്. ഒരു കല്യാണം കഴിച്ച് നമ്മൾ കുടുംബത്തൊരു മകൻ വന്നു കഴിഞ്ഞാൽ മകന്റെ ഭാര്യ യഥാർത്ഥത്തിൽ ഒറ്റക്കലം വെച്ച് പോകണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷെ സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളിപ്പറയുന്ന മരുമക്കളെ അവരെ നിലക്ക് നിർത്തി നമ്മുടെ കാരണവന്മാരെയൊക്കെ തന്നെ നിങ്ങൾ നല്ലപോലെ നോക്കണം എന്ന് മാത്രമാണ് ഈ ബലിതർപ്പണ ദിവസമായ എന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് മാത്രമാണ് ഏക പ്രതിവിധി. അല്ലാതെ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മുടെ പേടി അല്ലെങ്കിൽ ഭയത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു വിശ്വാസങ്ങളും നമുക്ക് ഗുണം ചെയ്യില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് എന്തൊക്കെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ശിവദാസ് നന്ദിയാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ.